എന്തിനോ വേണ്ടി തെളിക്കുന്ന സാമ്പാർ എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഹ്യുണ്ടായുടെ പുതിയ എക്സ്റ്റർ ഫേസ് ലിഫ്റ്റ്. എന്തായാലും ഹ്യുണ്ടായി ഇതിനെ ഫേസ് ലിഫ്റ്റ് എന്നൊന്നും എടുത്ത് വിളിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. പറയാൻ ഇതിൻ്റെ അകത്ത് അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമില്ല. ഫ്രണ്ടിലെ ഒരു ആകപ്പാടെ ഗ്രില്ല് അങ്ങനെ മാറ്റിയിട്ടൊന്നുമില്ല. താഴത്തെ ഒരു സിൽവർ ലെവൻ്റ് ആഡ് ആക്കി. പിന്നെ 15-inch അലോയ് വീൽസിൻ്റെ ഡിസൈൻ ഡയമണ്ട് കട്ട് ആക്കി. നേരത്തെ അത് സാധാരണ ഫിനിഷ് ആയിരുന്നു. പിന്നെ റിയറിലാണെങ്കിൽ നമുക്കൊരു സിൽവർ ലെവൻ്റ് ബാക്കിൽ ആഡ് ആയിട്ടുണ്ട്. പിന്നെ ബമ്പർ മാറി. ഈ വണ്ടിക്ക് ഒട്ടും സ്യൂട്ട് ആവാത്തൊരു സ്പോയിലർ അവരെടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഹ്യുണ്ടായുടെ വണ്ടി ആയതുകൊണ്ട് ഇൻറ്റീരിയറിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും നിങ്ങൾ പ്രതീക്ഷിക്കും. പക്ഷേ പ്രത്യേകിച്ചൊന്നുമില്ല. പുതിയൊരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻ ഏകദേശം പഴയ പോലെയാണ്, ഫ്ലാറ്റ് ബോട്ടം ആക്കിയെന്ന് മാത്രം. പിന്നെ കളർ കോമ്പിനേഷൻ മൊത്തത്തിലൊന്ന് മാറ്റി. ഇപ്രാവശ്യം ബ്ലാക്ക് ഉണ്ട്, നീലയുണ്ട്, അതുപോലെ വൈറ്റും ഉണ്ട്. ഇത്രയും കളർ കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിലായിട്ട് ഒരു ആംറെസ്റ്റ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. പ്രൈസിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 5.8 lakhs സ്റ്റാർട്ട് ചെയ്ത് 9.42 lakhs വരെയാണ് മാക്സിമം പോകുന്നത്. പിന്നെ മെക്കാനിക്കലി ഈ വണ്ടിയിൽ ഒരു വ്യത്യാസമില്ല. 1.2 ലിറ്റർ എണ്ണ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. 5 സ്പീഡ് AMT ഉണ്ട്, 5 സ്പീഡ് മാനുവൽ ഉണ്ട്. പിന്നെ ഹൈ ഡ്യുവൽ CNG എന്ന് പറഞ്ഞിട്ടുള്ള CNG വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് മാനുവൽ മാത്രമേ ഉള്ളൂ. 5 നമുക്ക് AMT ഉണ്ട്.